അപ്പോൾ അല്ല ഗൈസ്, ഇന്നലെ വൈകുന്നേരത്തെ വീഡിയോ കൂടി ഞാൻ അതിൻ്റെ അപ്പുറം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വേറെ എന്ത് സഹിക്കാം, പനി മാത്രം സഹിക്കാൻ കഴിയില്ല മോനെ. പനി വന്നാൽ പുതച്ച് മൂടി കിടക്കണം. നമ്മൾ രാത്രി ഫുഡെല്ലാം കഴിച്ച് പിന്നെ നമ്മളെ മരുന്നും കാര്യങ്ങളെല്ലാം കുടിച്ച് ഒറ്റക്കെടുത്തം മരുന്ന് കുടിക്കുന്നതുകൊണ്ടാന്ന് തോന്നുന്നു പനിയെല്ലാം കുറവുണ്ട്. പിന്നെ നമ്മളെ പനി പോയപ്പോൾ ഉമ്മാക്ക് പനി വന്ന് ഞാൻ കൊണ്ട് കൊടുത്ത്. പിന്നെ രാത്രി 2:30 പനി ഓവറായി. അങ്ങനെ നമ്മൾ നേരെ വണ്ടി എടുത്ത് ഹോസ്പിറ്റലിലേക്ക് ഇട്ട്. എൻ്റെ പനിയെല്ലാം അവിടെ മടക്കി വെച്ചിട്ട് ഉമ്മാനെ കാണിക്കാൻ പോയി. എന്നിട്ട് പിന്നെ റിട്ടേൺ വന്ന് ഡോറെല്ലാം പൂട്ടി പിന്നെ ഉറങ്ങാൻ കിടത്ത്. എണീക്കുമ്പോഴത്തേക്ക് നേരം പുറത്തുപോയി. പിന്നെ കോളേജിൽ പോകാനൊന്നും കഴിഞ്ഞിട്ടില്ല. എനർജിക്കായിട്ട് 2 കൽക്കണ്ടി വന്ന് നേരെ കാറെടുത്തിട്ട് പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോയി. അപ്പോൾ രാത്രി പോയിട്ട് ഒന്നും മാറ്റമൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. പിന്നെ അതുകൊണ്ട് രാവിലെ ഒന്നും കൂടി ശ്രീചന്ദ്രയിലേക്ക് ഇട്ട്. രാവിലെ എണീച്ചിട്ട് കാര്യമായിട്ടൊന്നും കഴിക്കാത്തതുകൊണ്ട് ഒരു പപ്സും കോഫിയും കുടിച്ച്. ഞാൻ ആ കോഫി എടുത്ത് നമ്മൾ നേരെ കാറിലേക്ക് പോയി. 2 പാട്ടും കേട്ട് കോഫി കുടിക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ അവിടെ കുറച്ച് സമയം പോസ്റ്റായി. പിന്നെ ഇടയ്ക്ക് 2-3 ഗെയിമും കാര്യങ്ങളെല്ലാം കളിച്ച് ആ സമയം അങ്ങനെയല്ലോ പോയി. റെഡ് അലേർട്ട് ആയിട്ട് പോലും സ്കൂളിൽ മാത്രമേ ലീവുള്ളൂ, കോളേജിനൊന്നും ലീവില്ല. കോളേജിന് ലീവ് ഉണ്ടെങ്കിൽ ഇന്ന് അറ്റൻഡൻസ് കിട്ടാണ്ടിരിക്കില്ലേനും. പിന്നെ ആ ഗ്ലാസ്സെല്ലാം അവിടെ ചാടി നമ്മളൊന്ന് നടക്കാനറിയും. അങ്ങനെ നടന്ന് നമ്മളതിൻ്റെ ഉള്ളിലെല്ലാം ഒന്ന് കയറി നോക്കി മല നോക്കാൻ പോയി. പിന്നെ തത നിർബന്ധിച്ചുകൊണ്ട് മാത്രം ഒരു പനി വന്നാൽ പോയി. എനക്ക് വേണമെന്നൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. നമ്മൾ നേരത്തെ പപ്സ് തിന്നതിൻ്റെ അടിപ്പുണ്ടായിന്. പിന്നെ അതിൻ്റെ അപ്പുറം സുലൈമാനിയും കുടിച്ച്. എന്തെല്ലാം പറഞ്ഞാലും നല്ല മഴത്ത് സുലൈമാനി കുടിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്താ അറിയില്ല, തണുപ്പും ചൂടെല്ലാം ആയതുകൊണ്ടിരിക്കും. അല്ല, തണുത്ത കാലാവസ്ഥയും ചൂട് ചായ ആയതുകൊണ്ടിരിക്കും. പിന്നെ നമ്മൾ നടന്ന് പിന്നെയും കാറിലേക്ക് തന്നെ പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ചോറ് തിന്നേണ്ട സമയം ഉച്ചക്കത്തെ. അങ്ങനെ പിന്നെ കാറെടുത്ത് നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ട്. ഹോസ്പിറ്റലത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വണ്ടി എടുത്ത് നാട്ടിലെത്തി. ഇന്നത്തെ മഴൻ്റെ ആലണ്ടെടുത്ത് നാളെ കോളേജിൽ ലീവാകുമെന്നാണ് തോന്നുന്നു. എന്നാലും പറയാൻ പറ്റില്ല, കലക്ടർ ഓരോ ഇതല്ലോ. ചിലപ്പോൾ സ്കൂളിന് ലീവ് കൊടുത്തിട്ട് കോളേജിന് ലീവ് തരാണ്ടിരിക്കും, എന്തെങ്കിലും ആയിട്ട്. പിന്നെ നമ്മൾ വീട്ടിലെത്തി ചാവലും കൊളുത്തി വെച്ച് പിന്നെ നമ്മളെ ഗുളിക കുടിച്ച് നല്ല ചുമ ഉണ്ടായിന്. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഫുഡ് മേടിക്കാൻ പോയി രാത്രിത്തേക്കുള്ള. സംഭവം ഉമ്മ ടയേർഡായതുകൊണ്ട് അടുക്കളയിൽ കയറി കാര്യമായിട്ടുള്ള പണിയൊന്നും എടുക്കാൻ കഴിയില്ല. പിന്നെയുള്ള വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുക്കളയിൽ കയറலாம். പക്ഷെ എന്നാലും ഒരു കുഴപ്പമുണ്ട്. ഞാൻ അടുക്കളയിൽ കയറിയാൽ ടയേർഡായ ഉമ്മ മട്ടലെടുത്തിട്ട് തന്നെ അടിക്കാൻ വരും. ഞാൻ കയറിയാൽ അടുക്കള ആട്ടാലാക്കും എന്നല്ല പറയൽ. എന്നാലും കുഴപ്പമില്ല. നമ്മൾ സാധനം ഫുഡെല്ലാം വാങ്ങിക്കാൻ പോയി. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പള്ളിയിലും കയറിയേട്ടാ. സാധനം ഫുഡെല്ലാം വാങ്ങിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പിന്നെയും തിരിച്ചു പോയി സ്കൂട്ടർ എടുത്തിട്ട്. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വേറെ ഒന്നുമില്ലല്ലോ. വേറെ ഒന്നുമില്ല. അപ്പോൾ ഓക്കെ, ബൈ. പിന്നെ ഇൻസ്റ്റയിൽ കാണുന്ന യൂട്യൂബും സബ്സ്ക്രൈബ് ചെയ്യുക, യൂട്യൂബിൽ കാണുന്ന ഇൻസ്റ്റയും ഫോളോ ചെയ്യുക. ഓക്കെ, ബൈ.